സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിനെ നിയമസഭയിൽ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്നും സർക്കാരിന്റെ അമിത ധൂർത്താണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും റോജി എം ജോൺ വ്യക്തമാക്കി. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ച തുടരുകയാണ്. അഖിൽ പാലോട്ടുമഠമുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. അഖിൽ, നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഇന്ന് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഈ അടിയന്തര പ്രമേയം പരിഗണിക്കുന്ന സമയത്ത് തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചതിന്റെ ഭാഗമായി ഈ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി വിഷയമാണ് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിച്ചത്. ചർച്ചയ്ക്ക് തയ്യാറാകുകയായിരുന്നു സർക്കാർ വിഷയത്തിൽ. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അഖിൽ ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന്. അഖിൽ, എന്തൊക്കെ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ളത്? സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റോജി എം ജോൺ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ തുടർ ചർച്ചയിൽ ഇടതു വലതു മുന്നണികളുടെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ അതിരൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിന്റെ ധൂർത്തും ക്രമക്കേടുകളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നുള്ള ഒറ്റ കാരണമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയിൽ പങ്കെടുത്തു തുടങ്ങിയ കടകംപള്ളി, അതിനുശേഷം നെമ്മാറ MLA ആയിട്ടുള്ള കെ ബാബു, അങ്ങനെ ടോൺസൺ മാസ്റ്റർ അടക്കമുള്ള ഇപ്പോൾ വാമനപുരം MLA ആയിട്ടുള്ള DK മുരളി സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കേന്ദ്രം നൽകാത്ത പണത്തെ പറ്റി മാത്രമാണ് ചർച്ചയിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണ് എന്ന് സർക്കാർ ജനങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് UDF-ൽ നിന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികളൊക്കെ തന്നെ പറയുന്നത്. ഇനിയും ഏകദേശം 2 ജനപ്രതിനിധികൾ കൂടെ മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗമുണ്ടാകും. അതിനു പിന്നാലെ തന്നെ മന്ത്രിയും ഇതിൽ മറുപടി പറയുന്നുണ്ടാകും. ആ മന്ത്രിയുടെ മറുപടിയും കൂടി കേൾക്കുന്നതിന്റെ അവസ്ഥയിലായിരിക്കും ഇപ്പോൾ DK മുരളിക്ക് ശേഷം മുൻ മന്ത്രിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിൽ, അതിനുശേഷം M രാജഗോപാൽ, VD സതീശൻ, പിന്നെ മന്ത്രിയുടെ മറുപടി, ഇങ്ങനെ 4 പേരുടെ ചർച്ച കൂടിയായിരിക്കും ഉണ്ടാവുക. അതിൽ മന്ത്രിയുടെ മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മന്ത്രി ഈ വിഷയത്തിൽ എന്തു മറുപടിയാണ്? കാരണം ഇന്നലെയും സഭ അടിയന്തര പ്രമേയത്തിന്റെ അനുമതി തേടുന്ന സമയത്തൊക്കെ തന്നെ ചർച്ചയിൽ പല ചോദ്യോത്തരവേളയിലും ഒക്കെ തന്നെ മന്ത്രി പറയുന്നത് കേന്ദ്രം നൽകാത്ത പണത്തിന്റെ കണക്കുകൾ മാത്രമാണ്. പക്ഷേ എത്ര തുകയാണ് നൽകേണ്ടത് എന്നൊരു കൃത്യമായ കണക്ക് പറയാൻ മന്ത്രി തയ്യാറാകുന്നില്ല എന്നതും വസ്തുതയായി തന്നെ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. കാരണം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നുണ്ട്, ശമ്പളം മുടങ്ങുന്നുണ്ട്, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ പ്രതിസന്ധി തുടരുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൃത്യമായ ഒരു ധവളപത്രം ഇറക്കി സർക്കാരിന് അത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത കൂടി ഉണ്ട് എന്നതാണ് ഈ അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സഭയിലില്ലാത്ത കക്ഷി, അതായത് BJP-യെ കോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഭരണപക്ഷ MLA-മാർ ഒക്കെ തന്നെ സംസാരിക്കുന്നത്. കാരണം കേന്ദ്രം നൽകാത്ത പണത്തിന്റെ കണക്ക് മാത്രമാണ് അവർ പറയുന്നത്. പക്ഷെ കേന്ദ്രത്തിന്റെ കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആവട്ടെ, കേരളത്തിന് ലഭിക്കേണ്ട തുകയുടെ ഏതെങ്കിലും ഒരു കണക്കുണ്ടോ പറയാനെന്ന ഒരു ചോദ്യം കൂടി സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ വെച്ചിരുന്നു. അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് കൂടുതൽ രാഷ്ട്രീയമായ ആരോപണങ്ങളിലേക്ക് കടന്നുപോകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ സാമ്പത്തിക കാര്യത്തിൽ. കാരണം സാമ്പത്തിക കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി കേരളം നേരിടുന്നുണ്ട്. കാരണം ശമ്പളം മുടങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നുണ്ട്. ആ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ആത്മഹത്യ പോലും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഈ സഭാ സമ്മേളനത്തിൽ ഈ സാമ്പത്തിക വിഷയവുമായുള്ള അടിയന്തര അവസ്ഥ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമാണ്. സർക്കാരിന്റെ ബാധ്യതയായി തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ DK മുരളിയുടെ പ്രസംഗം അവസാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം വീണ്ടും അഹമ്മദ് ദേവർകോവിൽ സംസാരിക്കാൻ എണീക്കുകയാണ്. വീണ്ടും ഇടതുപക്ഷത്തിന്റെ ഒരു അംഗം തന്നെ സംസാരിക്കാൻ എണീക്കുകയാണ്. ഈ പ്രസംഗങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ സർക്കാർ നടത്തിയ ധൂർത്തിൽ ഈ 2ാം പിണറായി സർക്കാർ മാത്രമല്ല 1ാം പിണറായി സർക്കാരിന്റെ കാര്യക്രമങ്ങളിലുമൊക്കെ തന്നെ ഉണ്ടായ ഒരു കെടുകാര്യസ്ഥത ഉണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രതിപക്ഷ അംഗങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കാരണം 1ാം പിണറായി സർക്കാരിൽ മസാല
ബോണ്ടും അതുപോലെ തന്നെ കിഫ്ബി വഴിയും ഒക്കെ തന്നെ അമിതമായി എടുത്തുകൂട്ടിയ കടക്കണി, ആ കടക്കണിയിലാണ് ഇപ്പോൾ ഇത്രയും അധികം സാമ്പത്തികമായ ഒരു ഞെരുക്കം ഉണ്ടാകേണ്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അടിയന്തര പ്രമേയം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 1 മണിക്ക് ആരംഭിച്ച അടിയന്തര പ്രമേയം ഏകദേശം 3 മണി വരെയാണ് ഉണ്ടാവുക. ആ 3 മണിക്കകത്ത് മന്ത്രി പറയുന്ന മറുപടിയാണ് കേരളത്തിന്റെ നിലവിലത്തെ സാമ്പത്തിക പ്രതിസന്ധി എത്രമാത്രമാണ് എന്നതാണ്. നേരത്തെ മാത്യു കുഴിനാടൻ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യത്ത് 2ാം സ്ഥാനത്താണ് കടക്കെണിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നത്. 39.1% കേരളത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയ ഉയർന്നു നിൽക്കുകയാണ് എന്ന്, അതായത് രാജ്യത്തിന്റെ ശരാശരി കടബാധ്യതയേക്കാൾ മുകളിലാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത എന്ന വസ്തുത പോലും സർക്കാർ മറച്ചു വെക്കുന്നു എന്നതാണ് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. വിഷ്ണു, അഖിൽ, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. അതായത് കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ആരോപണം മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതിന്റെ തെളിവുകൾ നിരത്താൻ സാധിക്കുന്നില്ല. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പൂർണ്ണമായും കേന്ദ്രത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിമാരുടെ കെടുകാര്യസ്ഥത തന്നെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ നയിച്ചത് എന്നുള്ളതാണ് പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ നെരിയുമ്പോൾ, അതായത് ശമ്പളം കൊടുക്കാൻ സാധിക്കാതെ, പെൻഷൻ കൊടുക്കാൻ സാധിക്കാതെ, മറ്റു സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങൽ കൊള്ളുന്ന സമയത്താണ് ധൂർത്തായി കേരളീയം അതിനു പിന്നാലെ നവകേരള സദസ്സുമൊക്കെ സർക്കാർ ആഡംബരത്തോടെ കൊട്ടിഘോഷിച്ച് നടത്തുന്നത്. ഇതെല്ലാം സർക്കാരിനെ വീണ്ടും വീണ്ടും സംസ്ഥാനത്തെ കടത്തിൽ നിന്നും കടക്കെണിയിലേക്ക് കൊണ്ടെത്തിക്കുന്നുവെന്ന ഒരാരോപണം തന്നെ, അല്ലെങ്കിൽ ഒരു വസ്തുതയിലേക്ക് തന്നെ നയിക്കുന്നതാണ് എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കേന്ദ്ര സർക്കാരിനോട് ഏകദേശം 59,000 കോടി രൂപ ആവശ്യപ്പെടുമ്പോൾ അതിലധികം നൽകി 66,000 കോടി രൂപയോളം അധികം കേന്ദ്ര സർക്കാർ നൽകുന്നു. പക്ഷെ ഇങ്ങനെ അധികം നൽകുന്ന പണത്തിന്റെ കണക്കൊന്നും സർക്കാർ മിണ്ടാൻ കേരളത്തിന്റെ ധനമന്ത്രി പറയാൻ തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം കൂടി മാത്യു ഉന്നയിച്ചിരുന്നു. കാരണം അങ്ങനെ മാത്യു ആ തരത്തിൽ ധനമന്ത്രിയുടെ കെടുകാര്യസ്ഥത എണ്ണി ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് മാത്രമാണ് മാത്യു BJPക്ക് വേണ്ടി വാദിക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഈ ചർച്ചയെ പോലും വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്ക് ഇടത് MLA മാർ പോയിരിക്കുന്നത്. ഇപ്പോൾ പ്രസംഗിക്കുന്ന മുൻ മന്ത്രിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിൽ പോലും പറയുന്നത് കേരളം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് കേന്ദ്രത്തിന്റെ മാത്രം കാര്യമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ മാധ്യമപ്രവർത്തകരെ കാണാൻ ഇവിടെ എത്തുന്ന ധനമന്ത്രിയോട് ഞാനടക്കമുള്ളവർ ചോദിച്ചത് സംസ്ഥാനത്ത് എത്രമാത്രമായ ക്ഷേമ പെൻഷനുകളാണ് മുടങ്ങിയിരിക്കുന്നത്, അത് ക്ഷേമ പെൻഷനുകൾക്കും അപ്പുറത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷനുകളും അടക്കം മുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കൃത്യമായ കണക്ക് പറയാൻ മന്ത്രിക്ക് പോലും സാധിക്കുന്നില്ല. കാരണം ചില പെൻഷനുകൾ 3 മാസം മുടങ്ങിയിട്ടുണ്ട്, ചില പെൻഷനുകൾ 5 മാസം മുടങ്ങിയിട്ടുണ്ട്, ചില പെൻഷനുകൾ അതിലും മുകളിൽ മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം പോലെ, പകൽ വെളിച്ചം പോലെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് ഈ കാര്യത്തിൽ ഒളിച്ചു കളിക്കേണ്ടി വരുന്നത്. സർക്കാരിന് ചില മറുവാദങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയും വരുന്നത്. വിഷ്ണു, എന്തായാലും ഈ അടിയന്തര പ്രമേയത്തിൽ മന്ത്രിയുടെ മറുപടിയോടുകൂടി തന്നെ സർക്കാർ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. കാരണം ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോഴും എല്ലാ ഇടത് MLA മാരും പറയുന്നത് 8-ാം തീയതി കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന LDF-ന്റെ ജനപ്രതിനിധികളുടെ സമ്മേളനത്തെ പറ്റിയാണ്. ആ സമ്മേളനത്തിൽ നിന്നും UDF അംഗങ്ങൾ വിട്ടുനിൽക്കുന്നതിനെ പറ്റി മാത്രമാണ് ഇപ്പോഴും ഈ അംഗങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എത്രമാത്രമാണ്, അതിന്റെ വസ്തുത എത്രമാത്രമാണെന്ന് പറയാൻ ഈ ഇടതു സർക്കാർ തയ്യാറാകുന്നില്ല എന്നതും ഒരു നേർക്കാഴ്ച പോലെ നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. വിഷ്ണു.